സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ റേഷൻ കാർഡ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ മരവിപ്പിക്കും. പിന്നീട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതല്ല. 17 ലക്ഷം പേരാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം ആനുകൂല്യം വാങ്ങാത്തത്. അവരാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നത്. അത് ഏത് രീതിയിൽ എല്ലാവരെയും ബാധിക്കുമെന്ന വീഡിയോയിലൂടെ വിശദമാക്കാം. APL, BPL, AY റേഷൻ കാർഡ്, അതായത് മഞ്ഞ നിറമുള്ള കാർഡ്, പിങ്ക് അല്ലെങ്കിൽ റോസ് നിറമുള്ള കാർഡ്, അതോടൊപ്പം APL വിഭാഗത്തിലെ നീല, വെള്ള കാർഡുകൾ എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ്. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പുതിയ വ്യവസ്ഥ പ്രകാരം നമ്മൾ 6 മാസത്തോളമായിട്ട് റേഷൻ കടയിൽ വിരൽ പതിച്ചുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നില്ല എങ്കിൽ, അതായത് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നില്ല എങ്കിൽ നമ്മളുടെ റേഷൻ കാർഡുകൾ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത് മരവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇതിലൂടെ പാസ്സാക്കിയിട്ടുള്ളത്. ഇത് നടപ്പിലാക്കേണ്ടത് നമ്മളുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരായിരിക്കും. അതുമാത്രമല്ല, ഇത്തരത്തിൽ മരവിപ്പിച്ച കാർഡിൻ്റെ കൃത്യമായിട്ടുള്ള മേൽവിലാസത്തിലേക്ക് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിച്ചേരുകയും വേണം. എന്ത് കാരണത്താൽ ഇവർ ആനുകൂല്യം വാങ്ങിയില്ല, അതോടൊപ്പം തന്നെ ഇവരുടെ കാർഡ് റദ്ദ് ചെയ്ത് മറ്റ് വിഭാഗത്തിലേക്ക്, അതായത് സബ്സിഡി ഒന്നും ഇല്ലാത്ത വെള്ള വിഭാഗത്തിലേക്ക് മാറ്റേണ്ടതാണ് എങ്കിൽ അതിനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കണം. അതോടൊപ്പം അനർഹമായിട്ട് വാങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് പിഴയടക്കം ചിലപ്പോൾ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം കൂടി വന്നേക്കാം. ഇനി കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസത്തെയൊക്കെ കണക്കെടുത്ത് നോക്കുകയാണ് എങ്കിൽ 17 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകൾ ആനുകൂല്യം വാങ്ങിയിട്ടില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് ആനുകൂല്യം വാങ്ങാത്ത റേഷൻ കാർഡുകളായിരിക്കും മരവിപ്പിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ റേഷൻ കാർഡ് മരവിപ്പിച്ച് കഴിഞ്ഞാലും നമുക്ക് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലേക്ക് റേഷൻ കാർഡിൻ്റെ കോപ്പി ഉൾപ്പെടെ ഹാജരാക്കി ആനുകൂല്യങ്ങൾ വാങ്ങാം. പക്ഷേ റേഷൻ ആനുകൂല്യങ്ങൾ അത് സപ്ലൈകോ വഴിയും അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലാതാവുന്നു. ഇനി അത് മാത്രമല്ല, ഭാവിയിൽ ചിലപ്പോൾ റേഷൻ കാർഡ് ഉൾപ്പെടെ റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരെ ഇത് കടന്നേക്കാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇത് ബാധിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളും അതോടൊപ്പം APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഉടമകളെയൊക്കെയാണ്. പ്രത്യേകിച്ച് BPL വിഭാഗത്തിലെ റേഷൻ കാർഡും AY വിഭാഗത്തിലാണ് കാർഡെങ്കിൽ 3 മാസം ആനുകൂല്യം വാങ്ങാതിരുന്നാൽ മതി, നമ്മളുടെ കാർഡ് മറ്റു വിഭാഗങ്ങളിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ അവർ പ്രധാനമായിട്ട് ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, തുടർന്ന് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വീണ്ടും EKYC പോലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. അതായത് പുനർവേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇതേ രീതി തന്നെയാകും APL വിഭാഗത്തിലെ കാർഡിനും. പക്ഷേ ഇവർക്ക് 6 മാസത്തെ ഒരു സാവകാശമുണ്ടാകും. 6 മാസത്തിനുള്ളിൽ ആനുകൂല്യം വാങ്ങുകയും വേണം. അതായത് തുടർച്ചയായിട്ട് എല്ലാ മാസവും വാങ്ങുക എന്ന് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. തുടർച്ചയായിട്ട് 6 മാസം വാങ്ങാതിരുന്നു കഴിഞ്ഞാലാണ് ഈ നിയമം APL റേഷൻ കാർഡിനെ ബാധിക്കുക. നമ്മളുടെ സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകളാണെങ്കിൽ അവർക്ക് 3 മാസത്തിനുള്ളിൽ ആനുകൂല്യം വാങ്ങിയില്ല എങ്കിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരും. മുൻഗണനാ കാർഡുകൾക്ക് മുൻപ് തൊട്ടേ ഈ നിയമം നടപ്പിലാക്കുന്നുണ്ട്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളുടെ റേഷൻ കാർഡിൽ മരണപ്പെട്ടവരുടെ പേരുണ്ടെങ്കിൽ അവരുടെ ആനുകൂല്യം അനർഹമായിട്ട് നമ്മൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരുടെ പേര് നീക്കം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നാളെ തന്നെ ആരംഭിക്കുക. കാരണം മറ്റൊന്നുമല്ല, അനർഹമായിട്ട് ഈ രീതിയിൽ ആനുകൂല്യം കൈപ്പറ്റിക്കഴിഞ്ഞാൽ അത്തരം റേഷൻ കാർഡ് ഉടമകളുടെ പിടി വീഴും. അനർഹമായിട്ട് വാങ്ങിയ ആനുകൂല്യം പിഴയടക്കം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം കൂടി വരും. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കാർഡിൽ പേരുണ്ട്, ആനുകൂല്യം വാങ്ങുന്നുണ്ട്, പക്ഷേ മസ്റ്ററിങ് ചെയ്തിട്ടില്ല, ഇലക്ട്രോണിക് KYC ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളുടെ സംസ്ഥാനത്തില്ലായിരിക്കാം, പക്ഷേ വിദേശത്ത് ജോലിക്കോ അല്ലെങ്കിൽ പഠനാവശ്യത്തിനോ പോയിട്ടുള്ളവർ, അങ്ങനെയുള്ളവരുടെ മസ്റ്ററിങ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ളവരുടെ സ്റ്റാറ്റസ് NRK നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന് മാറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർക്കും പിടി വീഴും. അതുമാത്രമല്ല, അവരുടെ പേര് ചിലപ്പോൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ NRK എന്ന സ്റ്റാറ്റസ് ഈ രീതിയിൽ മാറ്റുന്ന കാര്യം അവരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.